ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽ കൊഴുക്കട്ടയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും 4 മണി പലഹാരമായിട്ടും അതുപോലെ നല്ലൊരു ഡെസേർട്ടായിട്ടും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. ഉണ്ടാക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കൊഴുക്കട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന ആ ഫൈനായിട്ടുള്ള അരിപ്പൊടി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അതിനുശേഷം ഒരു 4 ടേബിൾ സ്പൂൺ നാളികേരം ചേർത്ത് കൊടുക്കാം. ഇത് കഴിക്കുമ്പോൾ ആ നാളികേരം കൂടി ഇടയിൽ കടിക്കാനായിട്ട് കിട്ടും, അപ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ അത് രണ്ടും ചേർക്കണില്ല. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിൽ നമ്മൾ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. 1 കപ്പ് വെള്ളമാണ് കേട്ടോ തിളപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ കുറച്ചായിട്ട് ഈ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സ്പൂണോ കയ്യിലോ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം കുറച്ചായിട്ട് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് വെള്ളം കൂടി കഴിഞ്ഞാൽ പിന്നെ മാവ് നമുക്ക് ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടാവും. എന്നാലും കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടുള്ള മാവ് തന്നെയാണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഈ വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ഓരോ അരിപ്പൊടിക്കനുസരിച്ചും നമ്മൾ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവിന് വ്യത്യാസം ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ നമ്മൾ 1 കപ്പ് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിലും ഒരു 1/4 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ പൊടി നമ്മൾ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മാവ് കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. 15 മിനിറ്റ് ആകുമ്പോഴേക്കും മാവ് നല്ല സോഫ്റ്റായിട്ട് അതിൽ നല്ല ചൂടൊക്കെ മാറിയിട്ട് നമുക്കിതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാവുന്ന പരുവത്തിലായി കിട്ടും. ഈ സമയത്തിന് ഈ മാവ് കുഴയ്ക്കുമ്പോൾ കുറച്ച് കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ അപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ മാവ് ഇതുപോലെ നമ്മൾ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. തൊട്ട് നോക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ പാടില്ല, അതാണ് ഇതിൻ്റെ പരുവം. ഇനി ഈ മാവിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഇത് ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കുക. പിന്നെ ഈ ഒരു റെസിപ്പി നമുക്ക് അരിപ്പൊടിക്ക് പകരം വേണമെങ്കിൽ ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ സെയിം മെത്തേഡ് തന്നെ ചെയ്താൽ മതി. ഇപ്പോൾ ഈ മാവ് നമ്മൾ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ അധികം വലിപ്പമില്ലാതെ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഇനി ബാക്കി വരുന്ന മുഴുവൻ മാവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. പിന്നെ ഇനി ഇത് ഉരുട്ടണ സമയത്ത് കയ്യിലൊട്ടുന്നുണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടികട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക. ഇനി ഇതിലേക്ക് ഒരു 2.5 കപ്പ് കട്ടി കുറഞ്ഞ നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അതായത് നാളികേരത്തിൻ്റെ 2ാം പാലും 3ാം പാലും ചേർത്തിട്ട്. ഈ ഒരു നാളികേരപ്പാലിലാണ് നമ്മൾ കൊഴുക്കട്ട വേവിച്ചെടുക്കുക. മീഡിയം വലുപ്പത്തിലുള്ള ഒരു നാളികേരമാണ് കേട്ടോ നമ്മൾ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അതിന്ന് ഒരു 4 ടേബിൾ സ്പൂണാണ് ആദ്യം നമ്മൾ മാവിൽ ചേർത്ത് കൊടുത്തത്. ബാക്കി വരുന്ന നാളികേരത്തിൽ ഏകദേശം ഒരു 1/2 കപ്പും 2 ടേബിൾ സ്പൂണും വെള്ളം ചേർത്തിട്ട് കട്ടിയുള്ള 1 കപ്പ് നാളികേരപ്പാൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ സെയിം നാളികേരത്തിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് അടിച്ചിട്ടാണ് 2.5 കപ്പ് കട്ടി കുറഞ്ഞ പാലെടുത്തിട്ടുള്ളത്. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഈ പാല് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. ഇളക്കി കൊടുത്തിട്ട് തന്നെ ചൂടാക്കാനായിട്ട് ശ്രദ്ധിക്കുക. കട്ടി കുറവുള്ള പാത്രമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതിന് വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ള പാത്രം തന്നെ എടുക്കാനായിട്ട് നോക്കുക. എന്നിട്ട് ആ പാല് നന്നായി ചൂടായി ഇതുപോലെ ആവി വരാൻ തുടങ്ങിയാൽ ഇതിലേക്ക് നമുക്ക് നേരത്തെ ഉരുട്ടി വെച്ചിട്ടുള്ള ആ മാവ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ മാവൊന്നും ഉടഞ്ഞു പോകാത്ത രീതിയിൽ പതുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഇതുപോലെ തിളച്ച് വന്നാൽ പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട്, അതായത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഒരു 6-7 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇത് ഏകദേശം നന്നായിട്ട് വെന്ത് വരും. ഇത് നമ്മൾ തിളച്ച വെള്ളത്തിനാണല്ലോ കുഴച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അധികം സമയം എടുക്കില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പിന്നെ ഇടയ്ക്ക് നമ്മളിത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ കൊഴുക്കട്ട ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ സമയത്ത് മധുരം ചേർത്ത് കൊടുക്കണം. അപ്പോൾ മധുരത്തിനായിട്ട് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മധുരത്തിൻ്റെ അളവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും അളവിനനുസരിച്ച് ചേർത്താൽ മതി. പിന്നെ ഈ പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കരയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ശർക്കര ചേർക്കുകയാണെങ്കിൽ അതൊന്ന് ഉരുക്കിയതിന് ശേഷം അരിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ മധുരം കൊഴുക്കട്ടയിൽ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ആ പാലും കൊഴുക്കട്ടയും എല്ലാം കൂടി ചേർന്ന് നന്നായി കുറുകി നല്ലൊരു പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ 1 കപ്പ് കട്ടിയുള്ള നാളികേരപ്പാൽ ചേർക്കാം.
പിന്നെ ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. ഈ ഏലക്കാപ്പൊടി ഓപ്ഷണലാണ് കേട്ടോ, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ ഈ ഏലക്കാപ്പൊടിയുടെ കൂടെ തന്നെ ഇതിലേക്ക് ജീരകപ്പൊടിയും ചേർക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ അതും ഈ സമയത്ത് ചേർക്കാം. പിന്നെ ഇതിൽ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു നുള്ള് ഉപ്പും ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. തിളപ്പിച്ച് കഴിഞ്ഞാൽ പാല് പിരിഞ്ഞു പോവും. അപ്പോൾ അതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ കണ്ടില്ലേ, ഇതുപോലെ കുറച്ചൊന്ന് ലൂസായിട്ടാണ് ഉള്ളത്. ഇതിന് കുറച്ച് സമയം ഇരിക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വരും. ഇത് ചെറിയ ചൂടോടുകൂടിയും കഴിക്കാം, അതുപോലെ തണുത്തതിന് ശേഷം കഴിക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും അതുപോലെ വലിയവർക്കൊക്കെയും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ ഈ ഒരു പാൽ കൊഴുക്കട്ടയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കൂ. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം. താങ്ക്